പരശുരാമൻ മഴുവെരിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത നാട് എന്ന ഐതിഹ്യത്തിൽ നിന്നാണ് കേരളത്തിന്റെ കഥ തുടങ്ങുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അറബിക്കടൽ പിൻവാങ്ങിയപ്പോൾ രൂപപ്പെട്ട തീരപ്രദേശമാണ് കേരളം. പുരാതന കാലം മുതൽക്കേ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായി അറിയപ്പെട്ടിരുന്ന ഈ ചെറിയ ഭൂപ്രദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ആകർഷിച്ചിരുന്നു. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് ഈജിപ്ത്, ബാബിലോണിയ, റോം എന്നിവിടങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇന്നത്തെ കൊടുങ്ങല്ലൂരായിരുന്ന മുസിരിസ് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. കുരുമുളകിനെ കറുത്ത പൊന്ന് എന്ന് റോമാക്കാർ വിളിച്ചിരുന്നു. ഈ വ്യാപാരമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ പാകിയത്. കേരളം ഭരിച്ച ആദ്യത്തെ പ്രധാന രാജവംശം ചേരന്മാരായിരുന്നു. പിൽക്കാലത്ത് കുലശേഖര സാമ്രാജ്യം നിലവിൽ വന്നു. കലയും സാഹിത്യവും ആയുർവേദവും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതി നേടി. ശങ്കരാചാര്യരുടെ ജനനവും കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായി. 1498 വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രം മാറി. പോർച്ചുഗീസുകാർക്ക് പിന്നാലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒടുവിൽ ബ്രിട്ടീഷുകാരും കേരള തീരത്തെത്തി. കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാക്കന്മാരും ഈ വിദേശ ശക്തികളോട് പലപ്പോഴും പൊരുതിയും ചിലപ്പോൾ സഹകരിച്ചും ഭരണം തുടർന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വക്കം മൗലവിയും നടത്തിയ പോരാട്ടങ്ങളാണ് ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത്. 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകൃതമായി. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായി കേരളം നിൽക്കുന്നു. ഒരുപാട് സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്ന ഈ മണ്ണിലെ ചരിത്രം ഇന്നും തുടരുന്നു.